ഹായ് ഓൾ, വെൽക്കം ടു ടെക്സ്റ്റ് ബുക്ക് കേരള. ഞാൻ നിങ്ങളുടെ പ്രിയ എഡ്യൂക്കേറ്റർ സതീഷ് കുമാർ. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു സെഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നോർമലി നമുക്ക് മത്സര പരീക്ഷകളൊക്കെ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് അവിടെ ആ ചോദ്യങ്ങൾ ചെയ്യാനുള്ള മെത്തഡ് അറിഞ്ഞാൽ മാത്രം പോരാ, നമുക്കത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അവിടെ ചെയ്യാനായിട്ട് പറ്റണം. പക്ഷെ ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ട്രെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ് അല്ല. നമുക്കതിന് ഒരുപാട് സമയം നമുക്ക് വേണമെന്നുള്ളതാണ്. ഒരുപാട് ട്രെയിനിങ്ങിന് ശേഷം മാത്രമേ നമുക്ക് ഒരു കാൽക്കുലേഷൻ സ്പീഡ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ വളരെയധികം സ്റ്റെപ്പ് എടുത്തിട്ട് വളരെയധികം സ്ലോ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ നേരെ നമ്മൾ മത്സര പരീക്ഷയിലേക്ക് വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റെപ്പുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ആൻസർ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് അത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ടെക്നിക്സ് ആണ്, ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ തന്നെ ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ നോർമലി നമ്മളൊരു കാൽക്കുലേഷൻ തരുമ്പോൾ ഈവൻ അഡീഷൻ ആണെങ്കിൽ പോലും നമ്മൾ വരുത്തുന്ന തെറ്റുകൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തരുവാണ്. ആ ചോദ്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. ഫോർ എക്സാമ്പിൾ, 25 പ്ലസ് 36 എന്ന് പറഞ്ഞ ഒരു ചോദ്യം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിന് ആൻസർ കാണാൻ പറയാണ്. ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഈ 25നെയും 36നെയും എടുത്തിട്ട് നിങ്ങൾ താഴേക്ക് എടുത്തിടുന്നത്. ഇനി നിങ്ങൾ 6ഉം 5ഉം കൂടെ ആഡ് ചെയ്യും. 6ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് 11 എന്ന് പറഞ്ഞ 1 ഇട്ടു. നിങ്ങൾ 1 ഇവിടെ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്തു. 3 പ്ലസ് 2 5 ആണ്. 5 പ്ലസ് 1 എന്ന് പറയുന്നത് 6 ആണ് വരുന്നത്. 61 എന്ന് പറയുന്ന ആൻസർ എഴുതി. എഴുതിയതിന് ശേഷം നിങ്ങളവിടെ 2 വര നിങ്ങൾ വരച്ചു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് 25 പ്ലസ് 36 എന്നുള്ള ആൻസർ ആണ്. ഈ ആൻസർ നിങ്ങൾക്ക് പല രീതിയിൽ കാണാമായിരുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് മൈൻഡ് കാൽക്കുലേഷൻ വഴി നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ 61 എന്ന് പറയാമായിരുന്നു. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ട്രൈറ്റ് ലൈൻ കാൽക്കുലേഷൻ നേരെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒറിസോണ്ടൽ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് 61 എന്ന് പറഞ്ഞ ആൻസർ തരാമായിരുന്നു. പക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും സെലക്ട് ചെയ്ത് ഏത് രീതി ചെയ്യുന്നു, ആ 25 എഴുതി അതിന്റെ താഴേക്ക് നമ്മൾ 36 എടുത്ത് എഴുതി. ചില ആൾക്കാരുടെ പ്ലസ് നോടി ഇടും, എന്നാൽ മാത്രമേ അവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. അത് എഴുതി ഒരു വര അങ്ങോട്ട് വരച്ചു, നമ്മൾ കൂട്ടി, നമ്മൾ 61 കിട്ടി. ഇപ്പൊ ഇവിടെ ക്യാരി ഫോർവേഡ് 1 ഒക്കെ എഴുതി 1 ഒക്കെ വരച്ചു, 61 എന്നൊരു ആൻസർ കിട്ടി. ആൻസർ കിട്ടിയതിന് ശേഷം അവസാനിച്ചോ? ഇല്ല, 2 വര വരയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ 2 വര വരച്ചാലാണ് നമുക്ക് അവിടെ സമാധാനമുള്ളൂ നമ്മുടെ ആൻസറിലേക്ക് എത്താനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു മത്സര പരീക്ഷയിൽ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം അവിടെ പോകുന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ 2 വര വരയ്ക്കണം നേരം കൊണ്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ 2 വര വരച്ച് നിങ്ങൾ നേരം കളയുന്നത്? അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ടൈം നമുക്ക് ഇവിടുന്ന് നമുക്ക് കളയാനായിട്ട് പറ്റും, എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാമെന്നുള്ളതാണ്. ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു രീതിയിൽ തരികയാണ്. 25 പ്ലസ് 36 ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ കാണാൻ, നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം അല്ലെ. അതായത് യൂണിറ്റ് പ്ലേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഈ 6നെയും ഈ 5നെയും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് നിങ്ങൾ 11 1 എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി. നിങ്ങൾ ബാക്കി 1 നിങ്ങൾക്ക് മനസ്സിൽ വെക്കാം. 1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 61 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. 2 വര വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, 2 വര വരയ്ക്കേണ്ട അല്ലെ. 61 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ആൻസറിലേക്ക് നിങ്ങൾക്ക് പറയാനുണ്ട്. ഇനി ഇത് വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ 25 പ്ലസ് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റൗണ്ട് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. റൗണ്ട് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ 25ൽ നിന്ന് 20 എടുക്കുക, 36ൽ നിന്ന് 30 എടുക്കുക. 20 പ്ലസ് 30 നമുക്കറിയാം 50 ആണെന്ന് അറിയാം. പിന്നെ ബാക്കിയുള്ള 5ഉം 6ഉം കൂടെ ആഡ് ചെയ്യാം. 5 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 11 ആണ്. 50 ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. 50 പ്ലസ് 11 എന്ന് പറഞ്ഞാൽ 61 ആണ്. ഇങ്ങനെയും ആൻസറിലേക്ക് എത്താം. അപ്പൊ എത്ര സമയം നമ്മൾ ലാഭിക്കുന്നു ഈ രീതിയിൽ നമ്മൾ ആൻസറിലേക്ക് എത്തുമ്പോൾ. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ വളരെ കൺവെൻഷൻ മെത്തേഡിലൂടെ നമ്മൾ ചെയ്തുമ്പോൾ. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാം സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എങ്ങനെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്റെ കൂടെ തന്നെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ നടത്താം. ഓക്കെ, അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ഞാൻ തരാം, അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, 8 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 3. ഓക്കെ,
ഇനി നമുക്കിതൊന്ന് ഫാസ്റ്റ് എടുത്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാലോ. താഴേക്ക് എടുത്ത് ഇടാതെ വേഗത്തിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സിംഗിൾ ഡിജിറ്റ് ആണ്, അതിനുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻസർ വരുന്നത് 8, 13, 18, 24, 31, 40, 40, 45, 49, 52 നമ്മുടെ ആൻസർ. എത്ര സമയം നിങ്ങൾക്ക് എടുത്തു നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങളുടെ ഒരു നോർമൽ ടൈമിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. 8, 3, 11, 13, 18, 24, 31, 40, 43, 45, 49, 52. ഞാൻ എടുത്ത ടൈം എത്രയാണ് നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇതിപ്പോ സിംഗിൾ ഡിജിറ്റ് നമ്പർ മാത്രമാണ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക അല്ല. ഇപ്പൊ ഡബിൾ ഡിജിറ്റ് നമ്പർ തന്നു കഴിഞ്ഞാലും 3 ഡിജിറ്റ് നമ്പർ തന്നു കഴിഞ്ഞാലും ഈ രീതിയിൽ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഇത്ര ഫാസ്റ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ നോർമൽ സ്പീഡ് എന്താണോ അതിനേക്കാൾ ഒരു 10% നിങ്ങളൊന്ന് കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ 8, 3 കൂടെ അവിടെ കൂട്ടാനായിട്ട് 9, 10, 11 എന്ന് പറഞ്ഞ് കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊന്ന് മാറിയിട്ട് നമുക്കൊന്ന് 8, 9, 10, 11. ഓക്കെ, അവിടെ കുറച്ച് സമയം നമ്മൾ ലാഭിച്ചു. 11, 2, 12, 13. അപ്പൊ ഇങ്ങനെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ട് നമുക്ക് കയറി വരാനായിട്ട് പറ്റുന്നു. ഇതൊന്നും ഞാൻ പറയുന്ന കാര്യമാണ്, ശ്രദ്ധിക്കാം. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതൊക്കെ നമ്മൾ വളരെ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് ഈ സ്പീഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു എഫേർട്ട് വേണമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു സിംഗിൾ ഡിജിറ്റ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡബിൾ ഡിജിറ്റോ 3 ഡിജിറ്റോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ഒരു സിംഗിൾ ഡിജിറ്റ് എന്തായാലും നിങ്ങൾക്ക് എത്ര സ്പീഡിൽ പറ്റുന്നു, നിങ്ങളുടെ സ്പീഡിൽ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾക്കറിയാം, ആ സ്പീഡിനേക്കാൾ ഒരു 10% കൂട്ടാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും നമ്പേഴ്സ് ഞാൻ തന്നു കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. സ്റ്റാർട്ട് ചെയ്യാം. 15, 17, 24, 28, 31, 33, 36, 48. 48 എന്റെ ആൻസർ വരും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 7, 5, 12, 15, 17, 24, 28, 31, 33, 36, 41, 48 ആൻസർ വരും. വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടി. ഇങ്ങനെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം മാർക്സ് നമുക്ക് അതിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സിംഗിൾ ലൈനിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു 30, ഒരു 50 അല്ലെങ്കിൽ 30 to 50 സെറ്റുകൾ നിങ്ങൾ എടുക്കുക. സിംഗിൾ ഡിജിറ്റ്സിന്റെ സെറ്റുകൾ എടുക്കുക. നിങ്ങൾ എടുത്തിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾ ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പൊ 50 എണ്ണം നിങ്ങൾ ചെയ്തു എങ്കിൽ ഒരു ദിവസം അത് മാത്രം ചെയ്താൽ മതി. ഒരു 50 സെറ്റ് ചെയ്യുക. 50 സെറ്റിൽ നിന്ന് എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആക്കാനായിട്ട് പറ്റിയെന്ന് നോക്കുക. ഒരു സമയം നിങ്ങൾ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുക. സിംഗിൾ ഡിജിറ്റിലെ ഒരു 15 നമ്പർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന സമയം ഇത്രയാണ്. ഒരു ടൈമർ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡബിൾ ഡിജിറ്റ് നമ്പർ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ച് ഡബിൾ ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. 28 പ്ലസ് 37 പ്ലസ് 26 പ്ലസ്, എനിക്ക് പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി പോവാ അല്ലെ. 22 പ്ലസ് 18 പ്ലസ് 81 പ്ലസ് 91 പ്ലസ് 27 എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത്രയും നമ്പേഴ്സ്, ഇത്രയും ഡബിൾ ഡിജിറ്റ് നമ്പേഴ്സ് എഴുതി നമുക്കറിയാം ഇത് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാക്കിൽ നിന്ന് പിടിച്ചു വരണം എന്നുള്ളതാണ് അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു മെത്തേഡ് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം തെറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ പറഞ്ഞു തരാം ഞാൻ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ എപ്പോഴും നമ്മൾ കൂട്ടുമ്പോൾ നമ്മുടെ യൂണിറ്റ് പ്ലേസ് ചെയ്ത് വേണം കൂട്ടി പോകാനായിട്ട് അല്ലേ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക്. യൂണിറ്റ് പ്ലേസ് ചെയ്ത് കൂട്ടി പോകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിൽ നിന്ന് നമ്മൾ കൂട്ടുന്നത് നമ്മൾ ഓരോരോ നമ്പേഴ്സ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്. 7 എടുത്തു, 7ന്റെ കൂടെ നമ്മൾ 1 കൂട്ടി, 7ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 8 ആക്കി അല്ലെ. 8 ആവുമ്പോൾ നമ്മൾ ഈ സാധനത്തിന് കട്ട് ചെയ്യാണ്. 8ന്റെ കൂടെ നമ്മൾ 1 കൂട്ടി, നമ്മൾ 9 ആയി അല്ലെ. 9ന്റെ കൂടെ 8 കൂട്ടി 17, 17ന്റെ കൂടെ 2 കൂട്ടി 19, കട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 19ന്റെ കൂടെ 3 കൂട്ടി 22, 22ന്റെ കൂടെ 6 കൂട്ടി 28, 28ന്റെ കൂടെ 7 കൂട്ടി 35, 35ന്റെ കൂടെ 8 കൂട്ടി നമ്മൾ. ഓക്കെ, 43, 4 എഴുതി എന്നുള്ളതാണ്. 4 ക്യാരി ഫോർവേഡ് ആണ്, അത് മനസ്സിൽ വെക്കാം. നമ്മൾ 4ന്റെ കൂടെ നമ്മൾ 2 നമ്മൾ ആഡ് ചെയ്തു. 6, 15, 23, 24, 26, 29, 31, 34, 36. ഓക്കെ, 363 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ഇത്രയും നമ്പേഴ്സ് നിങ്ങളോട് കൂട്ടാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നോർമലി എന്ത് ചെയ്യുമായിരുന്നു, ഈ നമ്പേഴ്സ് ഒക്കെ എടുത്ത് നിങ്ങൾ താഴേക്ക് നിങ്ങൾ എടുത്ത് എഴുതുമായിരുന്നു. എത്ര സമയം നമുക്ക് നഷ്ടപ്പെട്ടു. ഈ 363 എന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും കൂട്ടിയെടുക്കുന്ന സമയത്തിന്റെ ഒരു 4 or 5 ഇരട്ടി സമയമെങ്കിലും ഈ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾ താഴേക്ക് എടുത്ത് എഴുതാനായിട്ട് നിങ്ങളവിടെ എടുക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്നുള്ളതാണ്. വൺസ് നിങ്ങൾ ഈ ഒരു സെറ്റ് 2 ഡിജിറ്റ്സിന്റെ നമ്പേഴ്സിന്റെ നിങ്ങൾ ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരു 30 സെറ്റെങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പതുക്കെ കട്ട് ചെയ്യാതെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കുറച്ച് നമ്പേഴ്സ് കട്ട് ചെയ്യാതെ ഞാൻ പറയാൻ പോവാണ്, നിങ്ങൾ നോക്കിക്കോളൂ.
പ്ലസ് എന്ന് എഴുതിയിടണമെങ്കിൽ എഴുതിയിടാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് പോയാൽ മതി നമുക്ക് അല്ലേ. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടുന്നു. അത്രയും സ്ഥലം നമുക്ക് കളയണ്ടല്ലോ അല്ലേ. 32, 88, 36 റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ് കേട്ടോ. ഏതെങ്കിലും നമ്പേഴ്സ് എഴുതാം, ഏതെങ്കിലും നമ്പേഴ്സ് എഴുതാം. എഴുതിയതിന് ശേഷം നമുക്കത് കൂട്ടിയിടാം. കൂട്ടിയിട്ടതിന് ശേഷം നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ കട്ട് ചെയ്യാതെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓരോരോ നമ്പേഴ്സ് ആയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെഡിയാണ്? 2, 7, 12, 19, 25, 33, 35, 43, 46, 53, 5, 8, 10, 13, 15, 18, 26, 29, 30, 32, 35. ഈ ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ ഞാൻ കട്ട് ചെയ്യാതെ ചെയ്തു, കാരണം കട്ട് ചെയ്യുമ്പോൾ അത്രയും ടൈം നമുക്ക് പോവാണ്. കട്ട് ചെയ്യാതെ ആൻസറിലേക്ക് ഞാൻ എത്തി. ഈ ആൻസറാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതും ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരു 30 സെറ്റെങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോകും. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, 325, 624, എന്തെങ്കിലും നമ്പേഴ്സ് ആവട്ടെ, 236, 181, 235, 182, ഒരു 336, 235, 861, പിന്നെ ഒരു 723 എന്തെങ്കിലും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കട്ട് ചെയ്ത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്ത് അത് ഓക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്യാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. റെഡിയാണ്? അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, കൂട്ടി നോക്കിയാലോ. കൂട്ടാം. 3, 4, 9, 15, 17, 22, 23, 29, 33, 38, 3, 5, 11, 14, 17, 25, 28, 36, 39, 41, 43, 4, 5, 19, 21, 24, 25, 27, 28, 30, 36, 39, 39, 38 ആയിരിക്കും എന്റെ ആൻസർ വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ വൺസ് ഈ മെത്തേഡ് ഒന്ന് പഠിക്കാം. പഠിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 30 സെറ്റെങ്കിലും നിങ്ങൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് സ്പീഡായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കാൽക്കുലേഷൻ സ്പീഡ് മത്സരം നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് വളരെയധികം എൻജോയബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇത് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ബോണസ് ആണ്. എന്താണ്? മത്സര പരീക്ഷ കൂടെ നമുക്ക് വിജയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് എന്താണെന്ന് താഴെ നിങ്ങളൊന്ന് രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ട്രിക്സ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൃത്യമായിട്ട് പറയാം. എന്റെ കയ്യിൽ നിന്നുള്ള പൊടിക്കൈകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഓരോ സെഷനിലായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റ, ബൈ ബൈ.